ഗൈസ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്ക് വി കോളർ നെക്കായിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നോക്കാട്ടെ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന 1.5 മീറ്റർ മെയിൻ ക്ലോത്തും അതേപോലെ 1.5 മീറ്റർ ലൈനിങ്ങുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ്ങിൽ മെഷർമെൻറ്റ് നോക്കാം കേട്ടോ. അപ്പോൾ 33 ചെസ്റ്റ് അളവിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ തുണി ഞാൻ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ലൈനിങ്. എന്നിട്ട് ഷോൾഡർ 7.5 മാർക്ക് ചെയ്തു. താഴോട്ട് ആം ഹോള് 6 കേട്ടോ ഞാൻ മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെസ്റ്റ് അളവ് കൂടുതലാണെങ്കിൽ 6.5 കൊടുക്കാം. എന്നിട്ട് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 8 8.5 തയ്യൽ തുമ്പും. പിന്നെ വേസ്റ്റിൻ്റെ ഭാഗം ഞാൻ കൊടുക്കുന്നത് 12.5 വണ്ണമുള്ളവർക്ക് 13 കൊടുക്കാം കേട്ടോ. പിന്നെ ഹിപ്പ് ഞാൻ കൊടുക്കുന്നത് 18 വണ്ണമുള്ളവർക്ക് 19, 20, 21 കൊടുക്കാവേ. അപ്പോൾ വേസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം 7.5 തയ്യൽ തുമ്പും 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം 8.5 തയ്യൽ തുമ്പും. എന്നിട്ട് ഇതേപോലെ ഞാൻ തയ്യൽ തുമ്പൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആം ഹോള് ഫുൾ ലെങ്ത്ത്, എൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 28. അപ്പോൾ 2 ഇഞ്ച് കുറച്ചാണ് കേട്ടോ ഞാൻ ലൈനിങ്ങിൽ കൊടുക്കുന്നത്. അപ്പോൾ 26 ഫുൾ ലെങ്ത്ത് കൊടുത്തു. സ്ലിറ്റിൻ്റെ അവിടുത്തെ വീതി ഞാൻ 10.5 കേട്ടോ കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്ലിറ്റ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കൊടുക്കാം. അവിടുന്ന് ഞാൻ ഇതേപോലെ. എന്നിട്ട് സ്ലിറ്റ് താഴ്ഭാഗത്ത് ഒരു കറക്റ്റ് അരയിൽ നമ്മളൊരു മാർക്ക് കൊടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് ഇതേപോലെ 1 ഇഞ്ച് ഇതേപോലെ ഒരു കർവ് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യുമ്പോഴും ഇതേ രീതിയിൽ കട്ട് ചെയ്യണം കേട്ടോ, എനിക്ക് തൂങ്ങിക്കിടക്കും. എന്നിട്ട് ആം ഹോള് 1 ഇഞ്ചിൽ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കട്ട് ചെയ്യുവാണ് കേട്ടോ ലൈനിങ്. ഇനി നെക്കൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. കോളർ നെക്ക്, വി കോളർ നെക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. അതിന് ഫ്രണ്ട് ഭാഗം, ഫ്രണ്ട് ലൈനിങ് ആണ് എടുത്തേക്കുന്നത്. വീതി ഞാൻ കൊടുക്കുന്നത് 3.5. അതേപോലെ ഫ്രണ്ട് ഇറക്കം കൊടുക്കുന്നത് 9 കേട്ടോ. 9, 8 കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒരു ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. 8 ഞാൻ ഇറക്കം കൊടുത്തത്. എന്നിട്ട് ഇതേപോലെ വി നെക്ക് കൊടുക്കുവാണ് കേട്ടോ. താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുത്തേ. ആ 1/2 ഇഞ്ചിൽ നിന്ന് മുകളിലോട്ട് വേണം വി പോവാനേ. ആദ്യം ചെയ്തതുപോലല്ല, ഇതേപോലെ വീതി 1/2 തന്നെ കൊടുക്കണം കേട്ടോ, അതിൽ കൂടരുത്. ഇതേപോലെ എന്നിട്ട് ആ വീനെ കട്ട് ചെയ്ത് മാറ്റി. ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക്. ഇനി മെയിൻ ക്ലോത്തിൽ ഇതേപോലെ 4ആയിട്ട് തുണി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബാക്ക് നെക്കിൻ്റെ ബാക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ അളവിന് നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റാം കേട്ടോ. ഇതേപോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഫുൾ ലെങ്ത്ത് വേണ്ടത് 28 കേട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് 2 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കണം കേട്ടോ നമുക്ക്. കാരണം നമുക്ക് തയ്യൽ തുമ്പെല്ലാം പോയിട്ട് നമുക്ക് കറക്റ്റ് 28 തന്നെ കിട്ടണം. ഇതേപോലെ വെച്ചിട്ട് കറക്റ്റ് 28ഉം 2 ഇഞ്ച് കൂടി. അപ്പോൾ കറക്റ്റ് 30 നമുക്ക് മെയിൻ ക്ലോത്ത് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോഴും ആ ഒരു താഴ്ഭാഗത്ത് തൂങ്ങി നിൽക്കാതിരിക്കാൻ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കൊന്ന് ജസ്റ്റ് കർവ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിപ്പോൾ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ എടുത്ത് വെട്ടുമ്പോൾ കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ സ്ലിറ്റ് തൂങ്ങിക്കിടക്കുന്നതായിട്ട് തോന്നും. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇനി നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് തുണി 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തു. ഞാൻ എടുക്കുന്നത് 16 എൻ്റെ ഫുൾ ലെങ്ത്ത് സ്ലീവിൻ്റെ. 1 ഇഞ്ച് കൂടെ കൂട്ടി 17 ഒരു മാർക്ക് കൊടുത്ത്. എന്നിട്ട് നമ്മൾ നോർമലി എങ്ങനെയാണോ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് ആ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കുവാണ് കേട്ടോ. സ്ലീവിൻ്റെ അടിഭാഗത്തെ വണ്ണം 9. അപ്പോൾ 4.5 തയ്യൽ തുമ്പും. അതും കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം ഇതേപോലെ മെയിൻ ക്ലോത്ത് വെച്ചു. മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശമാണ്. പിന്നെ ലൈനിങ് കൂടെ വെച്ചു. ഇനി നമ്മുടെ ആ വി നെക്കില്ലേ,
നമുക്ക് ജസ്റ്റ് മെയിൻ ക്ലോത്തിലൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യുക, തിരിച്ചിടുക ഒന്നും ചെയ്യുന്നില്ല. ഞാൻ പിന്നൊക്കെ കുത്തി കൊടുത്ത് സെക്യൂർ ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാവേ. റഫായിട്ട് നമ്മുടെ ആ ലൈനിങ്ങിൻ്റെ തുമ്പിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ. എന്നിട്ട് ആ നെക്കിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ നെക്കിൻ്റെ ബാലൻസ് ക്ലോത്ത് ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ അടിഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ മെയിൻ ക്ലോത്തിനെയും ലൈനിങ്ങിനെയും കൂടെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുവാണേ. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്താൽ രണ്ട് വശവും ഇതേ രീതിയിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ബാക്ക് പാർട്ടും ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ബാക്ക് പാർട്ടിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല, ലൈനിങ്ങും ആ മെയിൻ ക്ലോത്തൂടെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. ബാക്ക് പാർട്ടിലും ഇതേപോലെ ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി അടിക്കണം, പിന്നെ സൈഡിലൂടെ മടക്കി അടിക്കണം കേട്ടോ. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടൂടെ നല്ല വശം ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഷോൾഡർ ബാക്ക് പാർട്ടിൻ്റെ കറക്റ്റ് 3 അരയിൽ വിട്ടിട്ട് വേണം കേട്ടോ, നെക്ക് വിട്ടിട്ട് വേണം ജസ്റ്റ് ഒന്ന് സ്ലോപ്പ് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുവാണേ. ഷോൾഡർ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് 3 അര തന്നെ വിട്ടിട്ട് വേണം കേട്ടോ ജോയിൻ ചെയ്യാനായിട്ട്. നെക്കിൻ്റെ വിട്ടാണ് ഇത് 3 അര. അത് ജോയിൻ ചെയ്തെടുത്തു. പതിച്ചൂടെ കൊടുക്കുന്നുണ്ട് ഷോൾഡർ. തയ്യൽ തുമ്പ് ബാക്ക് സൈഡിലേക്ക്, ഷോൾഡറിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഫേസ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ പതിച്ചു കൊടുക്കാനേ. ഇനി നമ്മുടെ കോളർ ഫിനിഷ് ചെയ്തെടുക്കണം. ജസ്റ്റ് കോളർ ഒന്ന് അളന്ന് നോക്കുക, നമ്മുടെ ഫ്രണ്ട് നെക്കും ബാക്ക് കോളറുമായിട്ട് വരുന്നതാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് 25 കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു സ്ട്രൈറ്റ് പീസ് തുണി വേണം കേട്ടോ. അതായത് ഇതേപോലെ. അപ്പോൾ 25 അല്ലേ നമുക്ക് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഒരു 27 ലെങ്ത്തിലും വീതി ഞാൻ 3 ഇഞ്ച് വീതി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഒരു സ്റ്റിച്ച്, നോർമൽ സ്ട്രൈറ്റ് സ്റ്റിച്ച് കൊടുക്കുവാണേ. രണ്ട് സൈഡിലും സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലൊന്നും വേണ്ട, ഞാനിപ്പോൾ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തതേ ഉള്ളൂ, പെർഫെക്റ്റായിട്ട് ഇരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ ആ നെക്കിൻ്റെ നെക്കിൻ്റെ നല്ല വശം ഫേസ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കറക്കി ജോയിൻ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തല്ല, ഇതേപോലെ ഈ ഓപ്പൺ തുടങ്ങുന്ന സൈഡിൽ നിന്ന് കറക്കി ജോയിൻ്റ് ചെയ്യണം അപ്പുറത്തെ സൈഡ് വരെ. നമ്മൾ ആ 1/2 ഇഞ്ച് ഗ്യാപ്പ് കിട്ടില്ലേ, അവിടെ ഒന്നും ചെയ്യണ്ട, അതിൻ്റെ തൊട്ടിപ്പുറത്ത് നിന്ന് തുടങ്ങി അപ്പുറത്ത് അവസാനിപ്പിച്ചാൽ മതി കേട്ടോ. കറക്റ്റ് നിർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കണമേ. എൻ്റെ ഇത് എല്ലാം ഈ ഒരു കളറായതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ കാണുമോയെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. 2 തുണിയിൽ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള തുണിയിൽ ഞാനങ്ങ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇതേപോലെ ആ 1 ഇഞ്ച് ഗ്യാപ്പില്ലേ, 1/2 ഇഞ്ച് നമ്മൾ വിട്ടില്ലേ, അതിൻ്റെ 2 സൈഡിലും ഓരോ വെട്ടുകൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അകത്തേക്ക് മടക്കാൻ ഈസി ആവും. എന്നിട്ട് പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കുവാണ്. ആ കോളറിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററിലൂടെ ഇതേ രീതിയിൽ പതിച്ച് ഞാൻ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്
ആ വലത്ത് ഭാഗം ആദ്യം അകത്തേക്ക് മടക്കുക. എന്നിട്ട് ഇടത്തെ സൈഡും അകത്തേക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ 1 ഇഞ്ച് വിട്ട ആ മടക്ക് അകത്തേക്ക് മടങ്ങിപ്പോക്കോളൂ കേട്ടോ. ആദ്യം വലത്തെ സൈഡ് മടക്കുക അകത്തേക്ക്, എന്നിട്ട് ഇടത്തെ സൈഡ് ഇതേ രീതിയിൽ മടക്കി കൊടുക്കുക. എന്നിട്ട് ആ താഴ്ഭാഗം 1 ഇഞ്ചിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതിലൊരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. പതിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി, കംപ്ലീറ്റ് ആകും കേട്ടോ. ഇതേ രീതിയിൽ. എന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ലേസ് വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാമെന്ന് കരുതി. ആദ്യം വൈറ്റ് ലേസൊക്കെ എടുത്ത് വെച്ച് നോക്കി, പക്ഷേ വൈറ്റ് അങ്ങോട്ട് മാച്ച് ആകുന്നില്ലായിരുന്നു, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. പിന്നെ ഒരു ബ്ലാക്ക് ലേസ് വൈറ്റിൻ്റെ 2-3 എടുത്ത് വെച്ച് ഞാൻ ട്രൈ ചെയ്തൊക്കെ നോക്കി കേട്ടോ. പിന്നെ ബ്ലാക്ക് ലേസ് എടുത്ത് വെച്ച് നോക്കി. ബ്ലാക്ക് ആണ് കേട്ടോ എനിക്ക് ഇച്ചിരി കംഫർട്ടായിട്ട് തോന്നിയത്. അപ്പം ഞാൻ കരുതി ഫ്രണ്ട് നെക്ക് ഫുള്ളും ആ സ്റ്റിച്ച് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്തില്ലേ അതിൻ്റെ മുകളിലായിട്ട് ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനേ. അത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. എൻ്റെ കയ്യിൽ ലേസ് ഉണ്ടായതുകൊണ്ട് ഞാൻ വെറുതെ ചെയ്തതാണ് കേട്ടോ. പിന്നെ തുണി ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ എടുത്തും കട്ട് ചെയ്യാം. കോളർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഷോൾഡർ കയറ്റരുത്. അപ്പോൾ 6 അരയിൽ ഞാൻ ആം ഹോൾ കൊടുത്തു. അതായത് ആദ്യം നമ്മൾ ചെസ്റ്റ് വേസ്റ്റൊക്കെ മാർക്ക് ചെയ്തില്ലേ ആ സെയിം അളവ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ച് ആം ഹോളൊന്ന് ചരിച്ച്. എപ്പോഴും ഷോൾഡർ നോക്കിക്കോണം, ഷോൾഡർ കയറി പോകാൻ പാടില്ല. അധികം വെട്ടിക്കളഞ്ഞാൽ ഷോൾഡർ കയറി പോകും കേട്ടോ. അപ്പോൾ 2 സൈഡിലും ഇതേ രീതിയിൽ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കാവേ. രണ്ട് സൈഡിലും അതേ രീതിയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രണ്ട് ആം ഹോള് ഒരു 1/2 ഇഞ്ചിന് ഞാൻ എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ച് ബിഗിനേഴ്സ് ആണെങ്കിൽ മാർക്ക് ചെയ്തിട്ട് തന്നെ 1/2 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് സ്ലീവ് എടുക്കാം. സ്ലീവിൻ്റെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ ആദ്യം. എന്നിട്ട് കറക്റ്റ് ഷോൾഡറിൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുവാണ് കേട്ടോ. എന്നിട്ട് തിരിച്ചിട്ടിട്ട് സ്ലീവിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ വരുന്നത് 4.5 4.5 മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ചെസ്റ്റിലേക്ക് നമുക്കത് ജോയിൻറ്റ് ചെയ്ത് സ്റ്റിച്ച് കൊടുക്കാവേ. തയ്യൽ തുമ്പ് എത്രയാണോ വേണ്ടത് തയ്യൽ തുമ്പിൻ്റെ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് ബാലൻസ് പാർട്ട് കട്ട് ചെയ്ത് മാറ്റുവാണേ. എന്നിട്ട് 2 സൈഡിലും ഇതേ രീതിയിൽ ചെയ്തെടുക്കുവാണേ. സൈഡിൽ തയ്യൽ തുമ്പ് ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് സൈഡിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ തുണി ഇരിഞ്ഞു പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ലോക്കിന് പകരമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതേ രീതിയിൽ സ്ലിറ്റിൻ്റെ ഭാഗം ഇതേ രീതിയിൽ കറക്റ്റായിട്ട് മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് 1 ഇഞ്ച് നമ്മുടെ സ്റ്റിച്ചിൽ നിന്ന് വിട്ട്
അതേപോലെ താഴ്ഭാഗത്തും ഇതേ രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുവാണ്. താഴ്ഭാഗത്ത് സ്ലിറ്റിൻ്റെ അവിടെ ഇതേ നമ്മൾ ആദ്യം ലൈനിങ്ങിൽ ഒരു ഇഞ്ച് കയറ്റി കൊടുത്തില്ലേ, അതേ രീതിയിൽ മെയിൻ ക്ലോത്തിലും ചെയ്യണം കേട്ടോ. എന്നിട്ട് സ്ലിറ്റ് ഇതേ രീതിയിൽ ആദ്യം ഒന്ന് മടക്കി അടിച്ചു. രണ്ട് സൈഡിലും ആദ്യം 1/2 ഇഞ്ച് ഗ്യാപ്പിലൊന്ന് മടക്കി അടിച്ചു കേട്ടോ. പിന്നീട് ഇതേ രീതിയിൽ ഒരു സൈഡിൽ നിന്നാണ് കേട്ടോ ഞാൻ തുടങ്ങുന്നത് സ്ലിറ്റ് അടിക്കാൻ. എനിക്കതാണ് കേട്ടോ ഈസി. ഒരു 1/4 ഇഞ്ചിൽ തുടങ്ങി ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ആ 1/4 ഇഞ്ച് ആദ്യം സ്റ്റിച്ച് ചെയ്തില്ലേ, അവിടുന്ന് താഴോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് സ്ലിറ്റ് അടിക്കാൻ എളുപ്പം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സസ് ആയിട്ടുള്ള നൂലല്ല അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയാൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചില സമയത്ത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ നൂല് തയ്ച്ച് കഴിഞ്ഞ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. അത് ഭയങ്കര ബോറാണ് കേട്ടോ, അങ്ങനെ എക്സസ് ആയിട്ട് നൂല് നിൽക്കുന്നത്. ഈ രീതിയിൽ 2 സ്ലിറ്റും അടിച്ച് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഇനി സ്ലിറ്റിൻ്റെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതിയേ. ഷോർട്ട് കുർത്തി ആയതുകൊണ്ട് സ്ലിറ്റ് നമുക്ക് പതിച്ചടിക്കേണ്ട ഒന്നും ആവശ്യം വരത്തില്ല. അത്രയേ ഉള്ളൂ കേട്ടോ, കംപ്ലീറ്റ് ആയ നമ്മുടെ വർക്ക്. കംപ്ലീറ്റ് ആയിട്ടോ വർക്ക്. അപ്പോൾ നമുക്കിതൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് ഔട്ട്ലുക്ക് കണ്ടാലോ. വായോ, നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് പാറ്റേൺ ആണ് കേട്ടോ. സെയിം കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ലുക്ക് കിട്ടുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് പോലെ തന്നെ കിട്ടി കേട്ടോ. നല്ല നെക്ക് പാറ്റേൺ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നടക്കും കേട്ടോ. അധികം പാടൊന്നും ഇല്ലാത്തൊരു നെക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.